തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചോളോട് ഭാഗത്തെ ക്രഷർ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ശനിയാഴ്ച രാവിലെ പ്രതിഷേധക്കാർ ക്വാറിക്ക് മുന്നിലെത്തി വാഹനം തടഞ്ഞു. ക്വാറിയുടെ പ്രവർത്തനം മൂലം തകർന്നു കിടക്കുന്ന പോത്തുണ്ണിപ്പാറ ചോളോട് റോഡ് ഉടൻ നന്നാക്കണമെന്ന് ആവശ്യം. പരിഹാരം ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ഇങ്ങനത്തെ പരിഹാരം മുന്നൂറിലധികം പേർ താമസിക്കുന്ന ചോളോട് ഭാഗത്തെ റോഡാണ് നൂറുകണക്കിന് കോറിവണ്ടികൾ രാപ്പകൽ ഭേദമന്യേ പായുന്നതുകൊണ്ട് തകർന്ന തരിപ്പണമായി കിടക്കുന്നത്. റോഡ് തകർന്നതോടെ പൊടിപടലങ്ങൾ അതിരൂക്ഷമായതിനാൽ വീട്ടുകാരും യാത്രക്കാരും പ്രയാസപ്പെട്ടിരിക്കുകയാണ്. സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും പോകുന്ന സമയത്ത് പോലും ലോറികൾ യഥേഷ്ടം ചീറിപ്പായുന്നതായി നാട്ടുകാർ ആരോപിച്ചു. അതിൽ റോഡ് ഇപ്പോൾ ഈ വണ്ടി പോകൽ നിർത്തിയതിന് ശേഷം പൊടി പാറിയിട്ട് എല്ലാ വീട്ടിലും മക്കൾക്ക് ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടൽ, ഇത്തരത്തിലിടങ്ങേറ്. പിന്നെ ഈ റോട്ടിൽ കൂടെ വേണം ഞങ്ങൾക്ക് പ്രസവ കേസ് മുതൽ എല്ലാ റേഷൻ പീടി, പോസ്റ്റ് ഓഫീസ് മുഴുവനും ഈ ചോളോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണം. ഞങ്ങൾക്ക് അങ്ങോട്ട് റോഡില്ല. ഇയാളോട് 2-3 വട്ടം മധ്യസ്ഥയിൽ നാട്ടുകാർ സ്റ്റേഷനിൽ വെച്ചിട്ട് പറഞ്ഞ്, അല്ലാണ്ട് ഇയാളോടൊരു പ്രതികാരം ഇത് കൂട്ടണമെന്ന ഉദ്ദേശത്തിലല്ല ഞങ്ങൾക്ക് ഈ റോഡ് ക്ലിയറായി കിട്ടണം. മിഞ്ഞാന്ന് 5 മണിക്ക് എൻ്റെ വണ്ടി പെരിന്തൽമണ്ണക്ക് ഒരു ദിവസം 2 വട്ടം പോയി വരുന്ന കട എനിക്ക് അവിടെ. ഈ ഒരു വണ്ടി സൈഡ് തരാത്തതുകൊണ്ട് ഞാൻ സൈഡ് എടുക്കാൻ പോയി കല്ലിന് മുട്ടിപ്പൊളിഞ്ഞു. 3300 എൻ്റെ വണ്ടിക്ക് ചിലവാ മിഞ്ഞാന്ന്. 2 വട്ടം എനിക്ക് പോകണം. 15 കൊല്ലമായി ഞാൻ ആദ്യം പോയി തുടങ്ങിയിട്ട്. അപ്പോൾ ഇയാളോട് അത്തരത്തിൽ പറഞ്ഞാൽ ഒരു 70-80 വണ്ടി ഉച്ചയാകുമ്പോഴേക്കും ഇവിടെ വന്നു പോകുകയാണ്. ഒരു വണ്ടി സൈഡ് തരൂല. ജനങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ബസ്സുകളുടെ മുകളിലേക്ക് കരിങ്കൽ ചീലുകൾ തെറിക്കുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതു സംബന്ധിച്ച് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ ജനപ്രതിനിധികൾ മുഖേന മധ്യസ്ഥത വെച്ചതായും എന്നാലും പ്രശ്നപരിഹാരം കാണാത്തതുകൊണ്ടാണ് നാട്ടുകാർ ഒത്തുകൂടിയതെന്നും ഇവർ പറയുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടുന്ന ചോളോട് പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത്. മാത്രമല്ല ക്വാറിക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ ഫോൺ വഴി ഭീഷണിയും നടക്കുന്നതായി പ്രതിഷേധക്കാർ പറഞ്ഞു. കുട്ടികൾ വരെ പൊടി തിന്നിട്ട് ആകെ പ്രശ്നമാണ്. എല്ലാവർക്കും അലർജി എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും അലർജിയാണ് സ്കൂളിൽ. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരുപാട് സ്കൂൾ ബസ്സുകൾ വരുന്ന റോഡാണിത്. ഞങ്ങൾ ഈ നാട്ടിൽ എല്ലാ കുട്ടികൾക്കും പോകാനുള്ള സ്കൂൾ ബസ്സുകൾ വരുന്ന റോഡാണിത്. കുണ്ടുറുകുന്ന് ബസ്സിന്റെ മേലെ കല്ല് വീണു, INIC ബസ്സിന്റെ മേലെ കല്ല് വീണു. ഇതൊക്കെ വളരെ പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവരോട് പറഞ്ഞാൽ ഇവർ അനുസരിക്കുന്നില്ല. എത്ര തന്നെ പറഞ്ഞാലും ഇവർ അനുസരിക്കുന്നില്ല. ഇതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞാൽ അവർ നാളെ മറ്റന്നാന്ന് പറയാനല്ലാണ്ട് അനുസരിക്കുന്നില്ല. പിന്നെ ഭീഷണി, വണ്ടി കയറ്റി കൊല്ലും, നിങ്ങളെ വണ്ടി തട്ടിക്കും. ഇപ്പോൾ ഓരോ വണ്ടികൾ ഇവിടെ ഇപ്പോൾ പലരും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഫോണിലൂടെ. അത് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഞങ്ങൾ കുടുംബ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയാണ്. അതുപോലെ തന്നെ ഇവരെ കോറി വേസ്റ്റ് ഉണ്ട്, ക്രഷറിന്റെ വേസ്റ്റ്. ഇത് നേരെ പോകുന്ന ഇവിടെ ഒരു തോട്ടിയാലിലേക്കാണ്. ആ തോട്ടിയാൽ ഇവിടെ പലരും കൃഷിക്കായിട്ടും അതേപോലെ നമ്മുടെ കുടിക്കാനായിട്ട്, കുളിക്കാനായിട്ട്, അതേപോലെ മൃഗങ്ങൾ അതിൽക്കൊക്കെയുള്ള വെള്ളമാണ്. നമ്മളെ കന്നുകാലികൾക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഈ വെള്ളത്തിൽ ഇപ്പോൾ പാറയുടെ അംശം കൂടുതലാണ്, പാറപ്പൊടിയുടെ. അത് കാരണം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കോറിക്ക് താഴെയുള്ള പാറകപ്പാടം ഭാഗത്തുള്ള കർഷകരും ദുരിതത്തിലാണ്. പാറയുടെ പൊടിയും മറ്റു ചീളുകളും തോട്ടിലും കൃഷിസ്ഥലത്തും എത്തി കർഷകർ ദുരിതത്തിലായിട്ടുണ്ട്. കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു ഫലവും കണ്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. റോഡ് നന്നാക്കാനുള്ള നടപടികൾ എടുത്തില്ലെങ്കിൽ വാഹനം കടത്തിവിടില്ലെന്ന നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് നാട്ടുകൽ പോലീസ് സ്ഥലത്തെത്തി. കോറിയുടമ സ്ഥലത്തെത്തണമെന്നും അടിയന്തരമായി പരിഹാരം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കോറിയുടമ, പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അടക്കമുള്ളവർ സ്ഥലത്തെത്തി സമരക്കാരുമായി സംസാരിച്ച് പ്രശ്നം അവസാനിപ്പിച്ചത്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക്, ഭരണാധികാരി എന്നുള്ള നിലക്ക് എനിക്കും പറയാനുള്ളത്, അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിനുള്ളൊരു പരിഹാരം അവരുടെ ഭാഗത്താണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഇതേ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ തള്ളച്ചിറയിലുണ്ടായിരുന്നു.
അല്ല ഞാൻ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഇത് നേരാകെ വേണ്ടത് നിങ്ങളത് പറയാനുള്ള വിഷയം എന്താണെന്ന് അറിയാതെ നിങ്ങൾ പറയേണ്ട കാര്യം അല്ല അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ വെള്ളം പൊടിയുടെ ശല്യത്തിനെ കുറിച്ച് അടുത്ത ദിവസം തന്നെ റോഡ് നന്നാക്കാനുള്ള നടപടികൾ എടുക്കാമെന്നാണ് സമരക്കാർക്ക് ഉറപ്പു നൽകിയത്. ഉറപ്പ് നടപ്പായില്ലെങ്കിൽ സമരവുമായി വീണ്ടും രംഗത്തു വരുമെന്ന് പൗരസമിതി അംഗം സലാം പറഞ്ഞു. അടുത്ത വ്യാഴാഴ്ച 26/12/2024 തന്നെ റോഡ് പണി തുടങ്ങുമെന്ന് അവർ ഉറപ്പ് നൽകി ഇവിടെ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ടൈമിൽ വാഹനങ്ങൾ രാവിലെ 8:30 മുതൽ 10 മണി വരെയുള്ള സമയത്ത് വാഹനങ്ങൾ കോറിയിലെ വാഹനങ്ങൾ സ്കൂൾ ബസ്സുകൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ പുറപ്പെടാൻ പാടില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്തും. അതുപോലെ മറ്റൊരു കാര്യം, ഭാരപരിധി ലംഘിച്ചിട്ടാണ് കോറിയിലേക്ക് വരുന്ന പല വാഹനങ്ങളും ലോഡുമായി പോകുന്നത്. ഭാരപരിധി കൃത്യമായി നിയമപ്രകാരമുള്ളത് പാലിക്കണം എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ റോഡ് രാവിലെയും വൈകുന്നേരമല്ല നനക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് പണി പൊളിഞ്ഞ ഭാഗം മുഴുവനായിട്ട് പെട്ടെന്ന് കേടുവരാത്ത രീതിയിൽ സ്ട്രോങ് ആയ നിലക്ക്, പാച്ച് വർക്കല്ല സ്ട്രോങ് ആയ രീതിയിൽ തന്നെ പണിയെടുക്കാമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ നാട്ടുകാരുടെ ഒരു പരാതിയാണ്, കർഷകരുടെയൊക്കെ പരാതിയാണ്, ഈ കോറിയിൽ നിന്നുള്ള വേസ്റ്റ് തോട്ടിലേക്ക് പോയി ആളുകളുടെ കുടിവെള്ളവും അതുപോലെ തന്നെ ജലസേചനമൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന പരാതിയുണ്ട്. അതിനും പരിഹാരം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് പിരിഞ്ഞിട്ടുള്ളത്. ഇത് കൃത്യമായി പാലിക്കാമെന്ന് വാഗ്ദാനം തന്നിട്ടുണ്ട്. വാഗ്ദാനം ലംഘിച്ചു കഴിഞ്ഞാൽ ഇനി ശക്തമായ സമരവുമായി നാട്ടുകാർ രംഗത്തുണ്ടാകും എന്ന് എല്ലാവരെയും അറിയിക്കണം. CCN ചത്തല്ലൂർ.